ഹലോ കൂട്ടുകാരെ, എല്ലാവരും വീടുകളിൽ സുരക്ഷിതരല്ലേ? ഈ കൊറോണ കാരണം നമ്മുടെ പഠന രീതിയിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നു അല്ലേ? കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ ഈ സമയത്ത് എവിടെയാണ്? നമ്മുടെ സ്കൂളുകളിലാണ്. സഹപാഠികളുടെ ഒക്കെ ഒരുമിച്ചിരുന്ന് നമ്മൾ പാഠഭാഗങ്ങൾ പഠിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലും ഞാൻ നിങ്ങളുടെ കൺമുന്നിലുമാണ്. അപ്പോൾ ഈ കൊറോണ എത്രയും പെട്ടെന്ന് നമ്മളെ വിട്ട് പോയാൽ മതിയായിരുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? ആദ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരും. പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഞാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരും. ആ ഫോട്ടോകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ രൂപങ്ങളെ ഏതെങ്കിലും രൂപങ്ങൾ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും രൂപങ്ങളായിട്ട് സാമ്യം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇത് കണ്ടോ? ആദ്യത്തെ ഇതൊരു ചിത്രശലഭമാണ്. ഈ ചിത്രശലഭത്തിൻ്റെ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച ഏതെങ്കിലും രൂപങ്ങളായിട്ട് സാമ്യത തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ എല്ലാവർക്കും കാണുന്നില്ലേ? എന്തെങ്കിലും രൂപങ്ങളായിട്ട് സാമ്യത തോന്നുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഏത് രൂപമായിട്ടാണ് സാമ്യത തോന്നുന്നത്? ത്രികോണം. ത്രികോണത്തിൻ്റെ രൂപമായിട്ട് സാമ്യതയുണ്ട്. അപ്പം നമുക്ക് അടുത്തത് നോക്കിയാലോ? അടുത്തത് എന്താ? ഇത് നിങ്ങളെല്ലാവരും പഠിച്ചതല്ലേ സോഷ്യലിൽ? പിരമിഡുകളുടെ ഷേപ്പ് എന്താണ്? ത്രികോണാകൃതിയുള്ള ഒരു പിരമിഡാണ് ഇത്. അടുത്ത പദം നോക്കിയാലോ നമുക്ക്? ഇതെന്താണ്? പലതരത്തിലുള്ള കല്ലുകളല്ലേ? ചതുരത്തിലുള്ള കല്ലുകളുണ്ട്, സമചതുരത്തിലുണ്ട്, ഒരു സാമാന്തരികം, ഒരു 4 വശങ്ങളുള്ള ഓരോ രൂപങ്ങളല്ലേ? ഈ കല്ലുകളുടെ ഷേപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പം ഇനി മുതൽ ഈ പാഠഭാഗം പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് കാണുമ്പോഴും അതിൻ്റെ ഷേപ്പുകൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് നോക്കിയാൽ ഫുട്ബോള്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഫുട്ബോൾ കളിക്കാൻ? ഈ ഫുട്ബോളിൻ്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഈ ബ്ലാക്ക് പോർഷൻ കണ്ടോ? ഈ ബ്ലാക്ക് പോർഷൻ്റെ ഷേപ്പ് കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഒരു 5 വശങ്ങളുള്ള ഒരു ചിത്രം പോലെ ഉണ്ട് അല്ലേ? അങ്ങനത്തെ രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ? വെണ്ടക്കായ അരിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാണ്ടോ വെണ്ടക്കായുടെ ഷേപ്പ്. ഈ ഷേപ്പിൻ്റെ ആകൃതി ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഇതിൻ്റെ ഷേപ്പിന് നല്ല പ്രത്യേകതയുണ്ട്. അപ്പോൾ അടുത്തത് നോക്കൂ. ഇത് തേനീച്ചക്കൂട്, തേൻ കുടിക്കുന്ന തേനീച്ച. അപ്പോൾ അതിൻ്റെ തേനീച്ചക്കൂടിൻ്റെ ഷേപ്പ് കണ്ടോ? തേനീച്ചയുടെ ഓരോ അറകളുടെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഫോട്ടോയിൽ നോക്കൂ. ഓരോ അറകൾക്കും ഓരോ പ്രത്യേകത ഇല്ലേ അതിൻ്റെ ഷേപ്പിനൊക്കെ? അതേപോലെ ഇത് വോൾ സ്റ്റാൻഡ്, അതിൽ കണ്ടോ ബുക്കുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ആ ഷേപ്പ് കണ്ടോ? അതൊക്കെ ഒരു പ്രത്യേകത തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതേപോലെയൊക്കെ തന്നെ അതിൽ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. വോൾ സ്റ്റാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഷേപ്പിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള ഷേപ്പുകളെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബഹുഭുജങ്ങളെക്കുറിച്ചാണ്. ബഹുഭുജങ്ങളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് ബഹുഭുജങ്ങളെക്കുറിച്ച്? അപ്പം നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് നോക്കാം. ബഹുഭുജങ്ങൾ 3 അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപമാണ് ബഹുഭുജങ്ങൾ. അപ്പം എന്താണ് ബഹുഭുജങ്ങൾ? 3 അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപമാണ് ബഹുഭുജങ്ങൾ. അപ്പം ഏറ്റവും 3 വശങ്ങളും 3 കോണുകളുടെ രൂപങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. തുല്യ ത്രികോണങ്ങളിൽ പഠിച്ചിട്ടില്ലേ? 3 വശങ്ങളും 3 കോണുകളുടെ രൂപമാണ് ത്രികോണം. അപ്പോൾ നമുക്ക് ത്രികോണം, ഏറ്റവും ചെറിയ ബഹുഭുജമാണ് ത്രികോണം. അപ്പോൾ ത്രികോണം നോക്കൂ. ഇതിന് 3 വശങ്ങളും 3 കോണുകളാണ് ഉള്ളത്. അപ്പം 4 വശങ്ങളും 4 കോണുകളുടെ രൂപങ്ങൾ എന്തായിരിക്കും? 4 വശങ്ങളും 4 കോണുകളുടെ ഏതൊക്കെ രൂപങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? നമുക്ക് നോക്കിയാലോ? ഇതാണ്ടോ ചതുരം, സാമാന്തരികം, ലംബകം, സമഭുജ സാമാന്തരികം, സമചതുരം, സമഭുജ ലംബകം, എല്ലാതും 4 വശങ്ങളുള്ളതാണ്. ഇങ്ങനെ 4 വശങ്ങളും 4 കോണുകളുടെ രൂപങ്ങളിൽ നമുക്ക് എന്താ വിളിക്കുക? നോക്കിയാലോ? 4 വശങ്ങളും 4 കോണുകളുള്ള രൂപങ്ങളാണ് ചതുർഭുജങ്ങൾ. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? 3 വശങ്ങളും 3 കോണുകളുടെ രൂപങ്ങളാണ് ത്രികോണം. 4 വശങ്ങളും 4 കോണുകളുടെ രൂപമാണ് ചതുർഭുജം. അങ്ങനെയാണെങ്കിൽ 5 വശങ്ങളും 5 കോണുകളുടെ രൂപങ്ങൾ എന്തായിരിക്കും വിളിക്കുക? നമുക്കൊന്ന് നോക്കിയാലോ? ഇതാണ് 5 വശങ്ങളും 5 കോണുള്ള പഞ്ചഭുജം. എന്താ പറയുക? പഞ്ചഭുജം. ഇതിൽ കണ്ടോ? 1, 2, 3, 4, 5. ഇതിന് 5 വശങ്ങളുണ്ട്, 5 കോണുകളുണ്ട്. ഇവിടെ ഒരു കോൺ, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. ഇങ്ങനെ 5 വശങ്ങളും 5 കോണുകളുടെ രൂപങ്ങളാണ് പഞ്ചഭുജം. അതിന് 5 വശങ്ങളുണ്ട്, 5 കോണുകളുണ്ട്, 5 വെർട്ടെക്സുകൾ. അതായത് ഇത് എ,
അതായത് ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. ഇങ്ങനെ 5 വെർട്ടെക്സുകളും ഉണ്ട്. അപ്പോൾ ഒരു പഞ്ചഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 5 വശങ്ങളും ഉണ്ട്, 5 കോണുകളും ഉണ്ട്. അപ്പോൾ 5 വശങ്ങളും 5 കോണുകളുള്ള രൂപങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? പഞ്ചഭുജം. അങ്ങനെയാണെങ്കിൽ 6 വശങ്ങളും 6 കോണുകളുടെ രൂപങ്ങളെ എന്താണ് വിളിക്കുക? ഒന്ന് നോക്കിയാൽ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 6 വശങ്ങളും 6 കോണുകളുടെ രൂപത്തെ എന്താ വിളിക്കുകയെന്ന്? നമുക്ക് നോക്കാം കേട്ടോ. 6 വശങ്ങളും 6 കോണുകളുടെ രൂപങ്ങളാണ് ഷഡ്ഭുജം. എന്താണ്? ഷഡ്ഭുജം. ഇത് കണ്ടോ, 1, 2, 3, 4, 5, 6. 6 വശങ്ങളുണ്ട്, 6 കോണുകളും ഉണ്ട്. ഇതൊരു കോൺ, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഇങ്ങനെ 6 വശങ്ങളും 6 കോണുകളും അതേപോലെ 6 വെർട്ടെക്സുകളും ഉണ്ട്. വെർട്ടെക്സ് എ പേര് കൊടുത്താലോ നമുക്ക്? എ, ബി, സി, ഡി, ഇ, എഫ്. അപ്പോൾ ഇതിന് 6 വെർട്ടെക്സുകളുമുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട്? 6 വശങ്ങളും ഉണ്ട്, 6 കോണുകളും ഉണ്ട്, 6 വെർട്ടെക്സുകളും ഉണ്ട്. അപ്പോൾ 6 വശങ്ങളും 6 കോണുകളുടെ രൂപത്തെ എന്താ വിളിക്കുക? ഷഡ്ഭുജം. അങ്ങനെയാണെങ്കിൽ 7 വശങ്ങളും 7 കോണുകളുടെ രൂപം എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ എല്ലാവരും. സപ്തഭുജം. എന്താണ്? സപ്തഭുജം. അപ്പം നമുക്ക് എങ്ങനെയാണ് ബഹുഭുജങ്ങൾക്ക് പേര് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ്ട 3 വശങ്ങളും 3 കോണുകളുമുള്ള രൂപമാണ് ത്രികോണം. 4 വശങ്ങളും 4 കോണുകളാകുമ്പോൾ ചതുർഭുജം. 5 വശങ്ങളും 5 കോണുകളാകുമ്പോൾ പഞ്ചഭുജം. 6 വശങ്ങളും 6 കോണുകളാകുമ്പോൾ ഷഡ്ഭുജം. 7 വശങ്ങളും 7 കോണുകളാകുമ്പോൾ സപ്തഭുജം. ഇനി 8 വശങ്ങളും 8 കോണുകളാകുമ്പോൾ എന്തായിരിക്കും? അഷ്ടഭുജം. 9 വശങ്ങളും 9 കോണുകളാകുമ്പോൾ നവഭുജം. 10 വശങ്ങളും 10 കോണുകളുമാകുമ്പോൾ ദശഭുജം. ഇങ്ങനെയാണ് ഓരോ ബഹുഭുജങ്ങൾക്ക് പേര് നൽകുന്നത്. അവയുടെ വശങ്ങളുടെയും കോണുകളുടെയും എണ്ണത്തിനനുസരിച്ചാണ് ഓരോ ബഹുഭുജങ്ങൾക്കും പേര് നൽകുന്നത്. ഇപ്പം എല്ലാവർക്കും ബഹുഭുജങ്ങളെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഓരോ ബഹുഭുജങ്ങളുടെയും എക്സാമ്പിളുകൾ നാളേക്ക് നോക്കി വരില്ലേ എല്ലാവരും? ഇപ്പം നമ്മൾ കുറച്ച് എക്സാമ്പിൾ മുന്നേ പരിചയപ്പെട്ടില്ലേ? അതുപോലെ ത്രികോണത്തിനും ചതുർഭുജത്തിനും പഞ്ചഭുജത്തിനും ഷഡ്ഭുജത്തിനും സപ്തഭുജത്തിനും അഷ്ടഭുജം വരെയുള്ള എക്സാമ്പിളുകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കി നോക്കൂ. എല്ലാവരും ഒന്ന് പരിശ്രമിച്ചു നോക്കൂ, കിട്ടുമെന്ന്. കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ പറയണം കേട്ടോ. എല്ലാവരും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന പലതും ഇതിന് എക്സാമ്പിൾ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് കണ്ടാലും നമ്മൾ അതിൻ്റെ ഷേപ്പുകൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഈ ബഹുഭുജങ്ങളെ കുറിച്ച് ഇപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് ബഹുഭുജങ്ങളെ കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും തയ്യാറല്ലേ പഠിക്കാൻ? കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ എല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ നമുക്ക് കോണുകളുടെ തുകയിലേക്ക് കിടക്കാം. അപ്പോൾ ബഹുഭുജങ്ങളുടെ ആന്തരകോണുകളുടെ തുക. ബഹുഭുജങ്ങളുടെ ആന്തരകോണുകളുടെ തുക അല്ലെങ്കിൽ കോണുകളുടെ തുക. അകക്കോണുകളുടെ തുക നമ്മൾ പഠിച്ചിട്ടില്ലേ? അകക്കോണുകൾ, ത്രികോണത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ തുല്യത്രികോണത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടുന്നില്ലേ? ഒരാൾ പറഞ്ഞൂല ആൻസർ. എന്താണ്? ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ് വരുന്നത് നോക്കി നോക്കൂ. ഇതാണ്ടോ, ഇത് ത്രികോണം ABC. ഈ ത്രികോണം ABCയുടെ ആന്തരകോണുകളുടെ തുക അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക, ഇന്റേണൽ ആംഗിൾസ്, അതെന്ന് പറയുന്നത് കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C = 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ത്രികോണം എന്ന് പറയുന്നത് 3 വശങ്ങളും 3 കോണുകളുടെ രൂപമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ബഹുഭുജങ്ങളുടെ എല്ലാത്തിൻ്റെയും അകക്കോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആന്തരകോണുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. നോക്കിയല്ലേ? എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും നല്ല ചുണക്കുട്ടികളായിട്ട് മറുപടി പറയണം. പറയില്ലേ? എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ നമുക്ക് ചതുർഭുജത്തിൻ്റെ എങ്ങനെയാണ് ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. ഇതെന്ന് പറയുന്നത് ചതുർഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ചതുർഭുജം. ഇതൊരു ചതുർഭുജമാണ്. ഈ ചതുർഭുജത്തിന് കണ്ടോ ABCD. ഇതൊരു ചതുർഭുജം ABCD ആണ്. ഇതിന് 4 വശങ്ങളും 4 കോണുകളും ഉണ്ട്. ഇതൊരു കോൺ,
2, 3, 4. ഈ ചതുർഭുജത്തിന് 4 വശങ്ങളും 4 കോണുകളും ഉണ്ട്. ഇതിന് നമ്മൾ ഒരു വികരണം വരച്ചിരിക്കുകയാണ്. വികരണം എങ്ങനെ വരയ്ക്കുക? അഡ്ജസൻ്റ് അല്ലാത്ത വെർട്ടിസസിലേക്കാണ് നമ്മൾ വികരണം വരയ്ക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് ബിയോടും ഡിയോടും അഡ്ജസൻ്റ് ആണ്. അപ്പോൾ അഡ്ജസൻ്റ് അല്ലാത്ത വെർട്ടെക്സ് ആണ് സി. അപ്പോൾ നമ്മൾ എയിൽ നിന്ന് സിയിലേക്ക് ഒരു വികരണം വരച്ചു. ഇപ്പോൾ ഈ ചതുർഭുജം എന്തായി മാറി? വികരണം വരച്ചപ്പോൾ ചതുർഭുജം 2 ത്രികോണങ്ങളായി മാറി. എല്ലാവർക്കും കാണാല്ലേ 2 ത്രികോണങ്ങളായി മാറിയത്? ത്രികോണം എ ഡി സിയും ത്രികോണം എ ബി സിയും. അപ്പോൾ ഈ ചതുർഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക, അതായത് ചതുർഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ചതുർഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് ഈ 2 ത്രികോണത്തിൻ്റെയും ആന്തരകോണുകളുടെ തുകയ്ക്ക് തുല്യമല്ലേ? അല്ലേ? അപ്പം നമ്മൾ ഈ ചതുർഭുജത്തെ 2 ത്രികോണമാക്കി മാറ്റി. ഈ എ സി എന്ന വികരണം വരച്ചപ്പോൾ ഈ ചതുർഭുജം 2 ത്രികോണങ്ങളായി മാറി. അപ്പം നമുക്ക് ചതുർഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ത്രികോണത്തിൻ്റെയും ആന്തരകോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഒരു ചതുർഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 2 ഇൻറ്റു ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. മനസ്സിലായില്ലേ? കാരണം ആ ചതുർഭുജം എന്ന് പറയുന്നത് 2 ത്രികോണങ്ങളായി മാറി. ഈ ചതുർഭുജം എന്ന് പറയുന്നത് 2 ത്രികോണങ്ങളായി മാറി. അപ്പോൾ ഈ ചതുർഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് ഈ 2 ത്രികോണങ്ങളുടെയും ആന്തരകോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. അതായത് 2 ഇൻറ്റു ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുക അത് എത്രയാണ്? 2 ഇൻറ്റു 180 ഡിഗ്രി. 2 ഇൻറ്റു 180 ഡിഗ്രി എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ ചതുർഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 2 ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. പഞ്ചഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക. പഞ്ചഭുജം ഇത് കണ്ടോ, ഒരു പഞ്ചഭുജമാണ് ഇവിടെ കാണുന്നത്. എ ബി സി ഡി ഇ. അതിൻ്റെ ഇ എന്ന വെർട്ടെക്സിൽ നിന്ന് അഡ്ജസൻ്റ് അല്ലാത്ത ബിയിലേക്കും സിയിലേക്കും ഓരോ വികരണം വരച്ചതാണ് ചിത്രത്തിൽ കാണുന്നത്. എല്ലാവർക്കും കാണാമല്ലേ? അപ്പോൾ ഇ എന്ന വെർട്ടെക്സിൽ നിന്ന് ബിയിലേക്കും സിയിലേക്കും ഓരോ വികരണം വരച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ പഞ്ചഭുജത്തിൽ 3 ത്രികോണങ്ങൾ ഉണ്ടായില്ലേ? എല്ലാവർക്കും കാണാമല്ലേ? എ ബി ഇ എന്ന് പറയുന്ന ത്രികോണം, ബി ഇ സി എന്ന് പറഞ്ഞ ത്രികോണം, സി ഇ ഡി എന്ന് പറഞ്ഞ ത്രികോണം. അങ്ങനെ ഈ പഞ്ചഭുജത്തിന് 3 ത്രികോണങ്ങൾ കിട്ടി. ഇതാണ്ടോ ഈ ചിത്രത്തിൽ നോക്കി നോക്കൂ. 180 ഡിഗ്രി, 180 ഡിഗ്രി, 180 ഡിഗ്രി, അങ്ങനെ 3 ത്രികോണങ്ങൾ വന്നു. അപ്പോൾ ഈ പഞ്ചഭുജത്തിൽ 3 ത്രികോണങ്ങളുണ്ട്. 3 ത്രികോണങ്ങളുടെ തുക 180. ഒരു ത്രികോണത്തിൻ്റെ ആന്തരകോണങ്ങളുടെ തുക 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 3 ത്രികോണത്തിൻ്റെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും പഞ്ചഭുജത്തിൻ്റെ ആന്തരകോണങ്ങളുടെ തുക കണ്ടുപിടിക്കുക? 3 ഇൻറ്റു 180 ഡിഗ്രി. അതായത് നമുക്ക് നോക്കാം. പഞ്ചഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക ഈക്വൽ ടു 3 ഇൻറ്റു ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 180 ഡിഗ്രി. അപ്പോൾ പഞ്ചഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക നമുക്ക് എന്ത് കിട്ടി? 3 ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് കിട്ടി. അതായത് 3 ഇൻറ്റു 180 ഡിഗ്രി. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്നും ചതുർഭുജം എന്ന് പറയുന്നത് 2 ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. ചതുർഭുജത്തിന് നമ്മൾ ഒരു വികരണം വരച്ച് 2 ത്രികോണങ്ങളായി മാറി. അപ്പോൾ ചതുർഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. പഞ്ചഭുജം ആകുമ്പോൾ 5 വശങ്ങളും 5 കോണുകളുമുണ്ട്. അതിനെ നമ്മൾ വികരണം വരച്ചപ്പോൾ 3 ത്രികോണങ്ങൾ കിട്ടി. അപ്പോൾ അതിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 3 ത്രികോണത്തിൻ്റെ ആന്തരകോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. അതായത് 3 ഇൻറ്റു 180 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 ഭുജത്തിലെ ഷഡ്ഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഇതിലാണ് എല്ലാത്തിനെയും ക്രോഡീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട്. ത്രികോണങ്ങളുടെ എണ്ണം 1 അപ്പോൾ അതിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 1 ഇൻറ്റു 180 ഡിഗ്രിയാണ്. ചതുർഭുജം ആകുമ്പോൾ 4 വശങ്ങളുണ്ട്, അത് ത്രികോണങ്ങളുടെ എണ്ണം 2 അപ്പോൾ അതിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 2 ഇൻറ്റു 180 ഡിഗ്രിയാണ്, അതായത് 360 ഡിഗ്രിയാണ്. പഞ്ചഭുജം എന്ന് പറയുന്നത് അതിന് 5 വശങ്ങളുണ്ട്, 5 കോണുകളുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ത്രികോണങ്ങൾ അതിൽ കിട്ടി? 3 ത്രികോണങ്ങൾ കിട്ടി. അപ്പോൾ അതിൻ്റെ ആന്തരകോണുകളുടെ തുക എന്താണ്? 3 ഇൻറ്റു 180 ഡിഗ്രി, അതായത് 540 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 6 ഭുജം ആകുമ്പോൾ
ഷഡ്ഭുജം ആകുമ്പോൾ 6 വശങ്ങളുണ്ട് 6 കോണുകളുണ്ട്. അപ്പോൾ അതിൽ ത്രികോണങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 4 എണ്ണം ത്രികോണങ്ങൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 4 × 180. അങ്ങനെ സപ്തഭുജത്തിൻ്റെയും അഷ്ടഭുജത്തിൻ്റെയും ഒക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 5 ത്രികോണങ്ങളും 6 ത്രികോണങ്ങളും അങ്ങനെ കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ തോന്നുന്നത്? 3 വശങ്ങളുള്ളപ്പോൾ ഒരു ത്രികോണമാണ് നമുക്കതിൽ കിട്ടിയത്. 4 വശങ്ങളും 4 കോണുകളുള്ള ചതുർഭുജത്തിന് 2 ത്രികോണങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ആന്തരകോണുകളുടെ തുക 2 × 180. പിന്നെ നമ്മൾ 5 ഭുജമുള്ള പഞ്ചഭുജത്തിന് 5 വശങ്ങളും 5 കോണുകളുള്ള പഞ്ചഭുജത്തിന് നമുക്ക് 3 ത്രികോണങ്ങൾ കിട്ടി. അപ്പോൾ അതിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 3 × 180 ഡിഗ്രിയാണ്. 6 വശങ്ങളും 6 കോണുകളുള്ള ഷഡ്ഭുജത്തിന് 4 ത്രികോണങ്ങൾ കിട്ടി. അപ്പോൾ അതിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് 4 × 180 ഡിഗ്രി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക നമുക്ക് ഈ പട്ടിക നോക്കിയിട്ട് നമുക്കൊന്ന് ക്രോഡീകരിച്ച് പറയാൻ സാധിക്കുമോ? ഒന്ന് നോക്കി നോക്കിയേ. 8 വശങ്ങളുള്ളപ്പോൾ അതിൽ ത്രികോണങ്ങളുടെ എണ്ണം 6ആണ്. ആന്തരകോണുകളുടെ തുക 6 × 180 ഡിഗ്രിയാണ്. അപ്പോൾ n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ ത്രികോണങ്ങളുടെ എണ്ണം n-2 ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ആന്തരകോണങ്ങളുടെ തുക എന്തായിരിക്കും? n-2 × 180 ഡിഗ്രി. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ അതായത് n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എത്ര വശമുള്ള ബഹുഭുജം തന്നാലും നമുക്ക് അതിൻ്റെ ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് 5 വശങ്ങളോ 6 വശങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വരച്ച് നോക്കി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എത്ര ത്രികോണങ്ങൾ വരുന്നത് വരച്ച് നോക്കി കണ്ടുപിടിക്കാം. പക്ഷേ n-ൻ്റെ വാല്യൂ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് വരച്ച് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് n-2 × 180 ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഏതൊരു ബഹുഭുജം തന്നാലും നമുക്ക് അതിൻ്റെ ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രിക്ക് തുല്യമാണ്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? ഇത്രയും നമ്മൾ പഠിച്ചതിനെക്കുറിച്ച് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഇതിന് ഉത്തരം എഴുതിയിട്ട് വരില്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിക്കാം. 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? എല്ലാവരും എഴുതിയെടുത്തേ. 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ്? ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 8100 ഡിഗ്രി. അതിന് എത്ര വശങ്ങളുണ്ട്? ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 8100 ഡിഗ്രി. അതിന് എത്ര വശങ്ങളുണ്ട്? എല്ലാവരും എഴുതണില്ലേ? എല്ലാവരും എഴുതിയിട്ട് ഇതിൻ്റെ ഉത്തരം അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക 2700 ഡിഗ്രി ആകുമോ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. അടുത്തത്. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ കോണും എത്ര ഡിഗ്രിയാണ്? അപ്പോൾ എല്ലാവരും ഈ 4 ക്വസ്റ്റ്യനും എഴുതിയെടുത്തില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതിയിട്ട് എന്നെ കാണിക്കണം കേട്ടോ. ഞാൻ എല്ലാവരോടും ചോദിക്കും. എല്ലാവരും ഉത്തരങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, അപ്പോൾ പറഞ്ഞു തരിക. ഇന്ന് എടുത്ത ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ചോദ്യങ്ങളും അടുത്ത ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. എല്ലാവരും പറഞ്ഞു തരണം. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.